ഇത് കുമളി പോലീസ് സ്റ്റേഷൻ. ഇത് കുമളിയുടെ അതിർത്തി, കേരളം തമിഴ്നാടിൻ്റെ അതിർത്തി. അത് കുമളിയിലാണ്. അല്ല ഇങ്ങോട്ട് ഇതാ. അപ്പോൾ ഞാൻ കടക്കാൻ പോവാ തമിഴ്നാട്ടിലേക്ക്. ഇതാ കടന്നു. കണ്ടോ, ഞാൻ തമിഴ്നാട്ടിൽ കടന്നു. തമിഴ്നാട്ടിൽ കടന്നപ്പോൾ കണ്ട എം ജി ആറിൻ്റെ ഫോട്ടോ, നമ്മുടെ മുൻ മന്ത്രിയുടെ ഫോട്ടോ. അതാ ബോർഡ് കണ്ട, തേനി, ദിണ്ടിക്കൽ, മധുരൈ, സേലം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലെ ബോർഡ്. കുമളി ചെക്ക് പോസ്റ്റ്. അതെയാ, നമ്മളപ്പോൾ തമിഴ്നാട്ടിലേക്ക് നടന്ന് വന്ന് കുമളിയിൽ നിന്ന് അല്ലേ. നല്ല മണം വരുന്നുണ്ട് ഇവിടെ. ശരിപ്പേ, നല്ല സ്പ്രേയുടെ മണം വരുന്നുണ്ട്. കുമളി തമിഴ്നാട് ബസ് സ്റ്റാൻഡ്. അധികം ബസ്സൊന്നും കാണാനില്ല. ഇവിടുന്ന് ബാംഗ്ലൂര് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും ബസ്. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട് ബസ്സിൽ കയറി. ഈ കമ്പന്തേനി പോണ ബസ്സിൽ. ഇവിടുന്ന് എത്രയാണെന്ന് അറിയില്ല, എനിക്കും അറിയില്ല. ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡാണിത്. ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ്. ഇനി ഇവിടുന്ന് ഓട്ടോറിക്ഷയിലാണ് പോണത്. ഇനി നമ്മൾ പോണത് എവിടേക്കാണ്? എന്താ സ്ഥലത്തിൻ്റെ പേര്? സ്ഥലത്തിൻ്റെ പേരെന്താ? സ്ഥലത്തിൻ്റെ പേര് അപ്പാച്ചി. അപ്പോൾ ഗൂഡല്ലൂരിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ 100 രൂപയ്ക്ക് വന്നു. ഇവിടെ MSR മുന്തിരിത്തോട്ടമുണ്ട്. ഞങ്ങൾ അതിലേക്കാണ് പോകുന്നത് കാണാൻ. അങ്ങനെ ഞങ്ങൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് എത്തി. അപ്പോൾ ഒരാൾ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. വേണ്ട, ഇയാൾ നമ്മളെ കാത്തിരിക്കുകയാണ്. നിങ്ങളെന്തേ വരാഞ്ഞ് ഇത്രയും കാലമായിട്ടും എന്നാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കടന്നു. അതിലിപ്പോൾ ഇത് പച്ച മുന്തിരിയാണ്. ഇത് പൗത്ത് വരുമ്പോൾ ബ്ലാക്ക് കളറായി വരും. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. നിറച്ചുണ്ട് ഇത് മുന്തിരി. ഏതാണ്ടില്ലേ, അങ്ങറ്റം വലിയ തോട്ടാ. നല്ല പാർക്ക് പോലെയാ. ആൾക്കാർ വന്നിങ്ങനെ ടിക്കറ്റ് എടുക്കുക. 50 രൂപ ടിക്കറ്റ്. നിറച്ചും പൂത്തിക്കുണ്ട്. പിന്നെ ഇതുണ്ടാ, ഇത് ഇങ്ങോട്ട് സൂമാക്കി കാണിച്ച്. ഇതൊക്കെ നിറച്ചും പൂത്തിക്കണ്ട. ഇപ്പൊ നല്ല പുളിയാവും അല്ലേ? പച്ചല്ലേ? ഇത് പച്ചല്ലേ? കുറച്ചപ്പുറം അപ്പുറത്തേക്ക് പോയി കഴിക്കൂലോ. പഴുത്ത മുന്തിരി അപ്പുറത്തുണ്ട്. മുന്തിരിത്തോപ്പ് അല്ലേ? നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ. ആ പടം ഇത് കണ്ടില്ലേ നമ്മള്? അടിപൊളിയല്ലേ? ഇത് പറിക്കാനും തോന്നുന്നുണ്ട്. അതിൽ പച്ചയായതുകൊണ്ട് വിട്ടു. ഇതിന്റെ വള്ളിക്ക് വലിയ കനമൊന്നും ഇല്ല അല്ലേ? നേരിയ വള്ളിയാ ഇത്. മറ്റേ ഇത് കള്ളി മുള്ളുക ഇതാണ്. നമ്മളൊരു പൊളി പൊളിക്കോ അപ്പുറത്ത് പോയിട്ട് നല്ല പഴുത്ത മുന്തിരി പറിച്ച് തിന്നും. കണ്ട, എന്റെ ബാക്കിൽ കാണുന്നത് കുക്കമ്പറാണ്. കുക്കമ്പർ. ഇത് നോക്കിയേ, എവിടെ താഴെ? അതെ, എന്നെ കാണുന്നില്ല. താഴെ ഞാൻ കാണിച്ചു തരാം. എന്താ വലിപ്പം നോക്കിയ കുക്കമ്പർ. ഇതൊക്കെ കുക്കമ്പർ ഉണ്ടായിരിക്കണോക്കിയേ. വലിയ കുക്കമ്പർ, അടിപൊളി. ഇത് നമ്മള് അവിടുത്തെ ആ കുക്കമ്പർ അല്ലേ? കണ്ടോ, അങ്ങ് അറ്റം വരെ ഉണ്ട് കുക്കമ്പറിന്റെ. രാജീവ് ഗാന്ധി. അതിലെവിടെ രാജീവ് ഗാന്ധി ഉണ്ട്? ഇവിടെ പഴയകാലത്ത് കരടി വന്നിട്ടെന്നാ പറയണത്. അതിന്റെ ഒരു
സ്മരണയ്ക്കായിട്ടാണ് ഇത് വെച്ചെന്നാ പറയണത്. കണ്ടോ മുന്തിരി ഇതെല്ലാം അറുത്ത് കഴിഞ്ഞതാണ്. അറുത്ത് കഴിഞ്ഞ് രണ്ടാമതും വെള്ളമൊക്കെ നനയ്ക്കുന്നുണ്ട്. വെള്ളം നനച്ച് ഇനി ഇത് വീണ്ടും പൊടിച്ച് മുന്തിരിയായിട്ട് വരും. അതിന്റെ കൂടെ ഒരു അരമണിക്കൂർ നിൽക്കും. കണ്ടോ ഇവിടെ എവിടെ കണ്ടു പൊടിച്ചത്. അല്ല ഏട്ടനെ വരുന്നില്ല. ഈ ഏരിയയിലത്തെ ഏറ്റവും വലിയ മുന്തിരിത്തോട്ടമാണ് ഇട്ടത് MSR. മുന്തിരി ജ്യൂസ് ഉണ്ട്. മുന്തിരി പറിക്കാൻ പാടില്ല കേട്ടാ, 500 രൂപ ഫൈനാ. മുന്തിരിയുടെ തോട്ടത്തിലേക്ക് എത്തി. പച്ച മുന്തിരിന്റെ അവിടുന്ന് പഴുത്ത മുന്തിരിയിലേക്ക് എത്തി. ഇതാ നല്ല കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കയ്യോട് പിടിച്ചിട്ട് കിട്ടണ്ടേ വായിക്ക്. അതായിട്ട് കുറഞ്ഞത് അവിടെ എടുക്കാം. ഭയങ്കര ചൂടവിടെ. ഇതൊക്കെ നമുക്ക് എത്തണ്ട. ഇതേ എന്താ വായിലേക്ക് എത്തണ്ടേ. ഇതൊക്കെ അതിന് ചീരാരൊക്കെ പറിച്ചിട്ടുണ്ടല്ലോ. മുന്തിരി തിന്നാൻ തുടങ്ങിയ മുന്തിരി തിന്നാനെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിന്ന് പറിക്കരുത് എന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ട് നമ്മളിപ്പോ ഇങ്ങനെ ഉമ്മ വെച്ചിട്ട് പോരാന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? എന്താ എന്താ രസല്ലേ. ഇതിൽ ചിലതൊക്കെ വൈറ്റ്, അത് ബ്ലാക്കായി വരണുള്ളൂ. അല്ലേ? എന്തോരം നിൽക്കണിക്ക് അങ്ങ് അറ്റം വരണ്ട്. നോക്കിയേ, നോക്ക് അങ്ങോട്ട് ആ അറ്റം വരണ്ട് കേടാ. പക്ഷെ ഇനി അപ്പുറത്തുള്ളതൊക്കെ ഗ്രീൻ ഉള്ളത് ഇതുപോലെ ആയി വരും. ഇത് ഏകദേശം കുട്ടിക്കാരായിണ്ടെന്നാണ് പറയണത് അല്ലേ? ഓർമ്മയ്ക്ക് വെച്ചേക്കുന്നേ ഒരല് കല്ല് ഇങ്ങനെയൊക്കെ. ഇതൊക്കെ പണ്ടത്തെ ഒരു ഓർമ്മ. ഇത് കണ്ട, ഇത് പൊടി ഉണ്ടാക്കുന്നുണ്ട്. ഇതാ പണ്ട് ഇതിങ്ങനെ തിരിക്കുക. ഇതിൽ അരി ഇടുക, എന്നിട്ട് ഇങ്ങനെ തിരിക്കുക എന്ന് തോന്നുന്നുണ്ട്. അത് കണ്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിലൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അത് ഇത് മുന്തിരി ഇതുണ്ടാക്കില്ല, വൈന്. വൈൻ ഉണ്ടാക്കി വെക്കണ ഒരു സാധനം ഉണ്ട്. ഇവിടെ ചീങ്കണ്ണി ഉണ്ട് കേട്ടോ. അടുത്തിതാ ഇവിടെ അടിപൊളി. ഇതാ ചെടി, റോസ് തോട്ടങ്ങള്. ഇത് മരുന്നടിക്കുന്നതാ വെള്ള മരുന്ന്. അങ്ങ് തോട്ടങ്ങൾ തന്നെ കേട്ടാ. ചെടിക്ക് ഫേം വെച്ച് കിട്ടുന്നില്ല. ഇതാ പച്ചക്കറി ഒരു ഏരിയ. എടുക്ക്. വെള്ള സ്പ്രേ ഉണ്ട്, അത് മേത്തിക്കാവുണ്ട്. ഇതെന്താ സാധനം? ഇതോ നോട്ടെ. ഓക്കെ. ഇതോ ഇതിങ്ങനെ എടുത്തിട്ട് കൈമേക്കണേ. അതെ, ഇവിടെ ഫുള്ള് തോട്ടങ്ങളാണ്. അതിൽ ഇതാ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണ തോട്ടം. ആ മരങ്ങൾ കണ്ട.
മിനി ചൂടൊക്കെ കൊണ്ട് അടപ്പ് ഇളകിയിട്ട് ഇതായിരിക്കണു. മിനിയെ ഇവിടെ ഉണ്ട് ഒരു പള്ളി. നമ്മള് കയറി വന്ന സ്ഥലം അടിയിൽ. അങ്ങനെ ഞങ്ങൾ കുമ്മളിയിൽ നിന്ന് കുന്നംകുളത്തേക്കുള്ള ബസ് കിട്ടി. കണ്ണൂർ പോണ ബസ്സാണ്. ഇതാണ് ബസ് നമ്പർ കണ്ട KS 294. ഒരു 5-6 മണിക്കൂറോളം പിടിക്കുമെന്ന് തോന്നുന്നുണ്ട്. കുമ്മളി ബസ് സ്റ്റാൻഡ്. ഗവി ഏരിയയിൽ മാത്രമേ തണുപ്പുള്ളൂ ആ കാട്ടിലുള്ളത്. കുമ്മളിയൊക്കെ ഭയങ്കര. പിന്നെ തമിഴ്നാട്ടിൽ കിടന്നപ്പോൾ പറയും വേണ്ട, ഭയങ്കര ചൂട് തന്നെയായിരുന്നു. എല്ലാവരും ഇത് വണ്ടി കയറിയിരുന്നു. പക്ഷെ കാര്യമാണ് തിരക്കില്ല. ഇനിയിപ്പോൾ ബുക്കിംഗ് ആയിരിക്കും, ആൾക്കാർ ഫുള്ളാവും അല്ലേ. എയർ പോക്കറ്റ് വെക്കാൻ ഇത് വിമാനമല്ലത്. ഇത് KSRTC മോളെ. ഇതന്നെ ഭാഗ്യം വിചാരിച്ചോ. ഈരാറ്റുപേട്ട ടൗണാണത്. ഈരാറ്റുപേട്ട പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഞാൻ ബുള്ളറ്റ് മേടിച്ചത് ഒരു 6. അങ്ങനെ നമ്മൾ ഗവി യാത്ര കഴിഞ്ഞപ്പോൾ കുന്നംകുളത്തെത്തി. ഇനിയിപ്പോൾ കാറ് അവിടെ ബസ് സ്റ്റാൻഡിൽ എടുക്കാൻ പോയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്. രാത്രി 12, 5 മണിക്ക് കയറിയതാ, 12:30 എത്തിയത്. അങ്ങനെ ഞങ്ങൾ ഗവി യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി. ഞങ്ങൾ കമ്പം തേനിയൊക്കെ പോയി കറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ കുമ്മളിയിൽ വന്ന് ഇറങ്ങിയിട്ട് കുമ്മളിയിൽ നിന്ന് KSRTCയിൽ കുന്നോളത്തേക്ക് വന്നു. 5 മണിക്ക് കയറിയതാണ്. ഇപ്പോൾ 12:30 കുന്നോളത്ത് ഇറങ്ങി അല്ലേ. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇപ്പോൾ 1 മണിയായി. 1 മണി ആവാറായി. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വണ്ടിപ്പെരിയാർ, പിന്നെ മൂവാറ്റുപുഴ, പെരുമ്പാവൂർ ആ വഴിയാണ് വന്നത്. പാല അങ്ങനെ ആ വഴിയാണ് വന്നത്. അങ്ങനെ സുഖമായിട്ട് എത്തി. അങ്ങനെ ഓക്കെ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അല്ലേ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.